ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ ഡിഫെൻസസ് ഓഫ് ടോട്ട്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ജനറൽ ഡിഫെൻസസ് എന്ന് ആദ്യം പറയാം. അതായത് ഇപ്പോൾ ഒരു പ്ലെയിൻറ്റിഫ് വന്നിട്ട് പറയുകയാണ്, ഈ ഡിഫൻഡൻറ്റിൻ്റെ വീട്ടിൽ ട്രെസ് പാസ് ചെയ്ത് കയറി, അല്ലെങ്കിൽ ഈ ഡിഫൻഡൻ്റ് എനിക്ക് ന്യൂസൻസ് ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോട്ടിൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു സിവിൽ റോങ് ഡിഫൻഡൻറ്റ് ചെയ്തു എന്ന് പ്ലെയിൻറ്റിഫ് പറയുകയാണ്. അപ്പോൾ ഡിഫൻഡൻറ്റ് പറയുകയാണ്, ഓക്കെ ഞാനത് ചെയ്തു, പക്ഷേ ഞാനത് ചെയ്തതിന് എനിക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഡിഫൻസ് പറയാനുണ്ട്. ആൻഡ് ആ ഡിഫൻസ് ടോർട്ട് ലോയുടെ കീഴിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഡിഫൻഡൻറ്റിനെ ഈ പറയുന്ന സിവിൽ റോങ്ങിൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ജനറൽ ഡിഫൻസസ് ഏതൊക്കെയാണ്? അതായത് ഒരു ടോർട്ട് ചെയ്താൽ പോലും ആ ടോർട്ടിൽ നിന്ന് ഡിഫൻഡൻറ്റിനെ രക്ഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഡിഫൻസസുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ഡിഫൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ, അതായത് കൺസെൻറ്റ്. സെക്കൻഡ് വൺ, പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. തേർഡ് വൺ, ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. ഫോർത്ത് വൺ, ആക്ട് ഓഫ് ഗോഡ്. ഫിഫ്ത്ത് വൺ, പ്രൈവറ്റ് ഡിഫൻസ്. സിക്സ്ത് വൺ, മിസ്റ്റേക്ക്. സെവൻത്ത് വൺ, നെസസിറ്റി. ആൻഡ് എയ്ത്ത് വൺ, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഇനി നമുക്ക് ഈ ഓരോ ഡിഫൻസസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. ഇഫ് ദ സഫറിംഗ് ഈസ് വില്ലിംഗ്, നോ ഇഞ്ചുറി ഈസ് ഡൺ. അതായത് പ്ലെയിൻറ്റിഫ് വോളണ്ടറിലി കൺസെൻറ്റ് കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു ആക്ട് ഡിഫൻഡൻറ്റിനോട് ചെയ്തോളാൻ പറഞ്ഞ്. ഡിഫൻഡൻറ്റ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുവാണ്, നീ ടോർട്ട് കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നീ എനിക്കൊരു ഇഞ്ചുറി ഉണ്ടാക്കി, അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്ലെയിൻറ്റിഫിന് കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻറ്റിനെ തൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഡിഫൻഡൻറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലെയിൻറ്റിഫ് പറയുകയാണ്, നീ എൻ്റെ വീട്ടിലേക്ക് ട്രസ് പാസ് ചെയ്തു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പ്ലെയിൻറ്റിഫിൻ്റെ കൺസെൻറ്റോടുകൂടിയും അനുമതിയോടും കൂടിയാണ് ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫിൻ്റെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ട്രസ് പാസ് നടന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനായിട്ട് പ്ലെയിൻറ്റിഫിന് പറ്റില്ല. അപ്പോൾ വെൻ പേഴ്സൺ കൺസെൻറ്റ് ഫോർ ഇൻഫ്ലിക്ഷൻ ഓഫ് ഹാം അപ്പോൺ ഹിംസെൽഫ്, ഹി ഹാസ് നോ റെമഡി ഫോർ ദാറ്റ് ഇൻ ടോട്ട്. ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് അത് എക്സ്പ്രസ്ലി കൊടുത്ത കൺസെൻറ്റ് ആവാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി കൊടുത്ത കൺസെൻറ്റും ആവാം. ഇംപ്ലൈഡ്ലി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് അതിൽ നിന്ന് ക്ലിയർ ആണ് ഹി ഗീവ് ദ കൺസെൻറ്റ്. അപ്പോൾ എങ്ങനെയുള്ള കൺസെൻറ്റ് ആണെങ്കിലും മതി. ഇനി വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ട്രസ് പാസ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു സർജിക്കൽ ഓപ്പറേഷൻ നടക്കുന്നു. ആ ഓപ്പറേഷന് തൊട്ട് മുമ്പ് പേഷ്യൻ്റെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് ഫോം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പറയുകയാണ്, ഈ ഡോക്ടർ എൻ്റെ മേളിൽ സർജറി നടത്തിയത് ഒരു ബാറ്ററിയാണ്, അല്ലെങ്കിൽ ഒരു അസോൾട്ടാണ്. അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. കാരണം പേഷ്യൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് സർജൻ ഇവിടെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് എന്നെക്കുറിച്ചിട്ട് ഒരു ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള ന്യൂസ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ അനുവാദം കൊടുക്കുന്നു. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഡിഫമേറ്ററി ആണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും എനിക്ക് പറ്റില്ല. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരു പ്ലെയർ സ്പോർട്സ് കളിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കറിയാം സ്പോർട്സ് കളിക്കുമ്പോൾ നാച്ചുറലി ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഈ പ്ലെയറിന് അറിയുകയും ചെയ്യാം. അപ്പോൾ പ്ലെയറിൻ്റെ ഒരു ഡീംഡ് കൺസെൻറ്റ് ഉണ്ട്, ഓക്കെ അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാകും എന്ന് എനിക്കറിയാം, അത് ഉണ്ടായാലും ഞാൻ ഈ കളി കളിക്കാനായിട്ട് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീംഡ് കൺസെൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലെയറിന് പോയിട്ട് സ്യൂ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡിനറി കോഴ്സസ് ഓഫ് പ്ലേയിൽ അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ ഓക്കെയാണ്. പക്ഷെ ഒരാൾ ഇഞ്ചുറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വോളണ്ടറിലി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ പറയുന്ന വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ഡിഫൻസസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി ഈ കൺസെൻറ്റ് കൊടുക്കുമ്പോൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കൺസെൻറ്റ് മസ്റ്റ് ബി ഫ്രീലി ഗിവൺ. ഈ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു കമ്പൽഷൻ നടത്തിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വാങ്ങിക്കുന്ന കൺസെൻറ്റ് ആണെങ്കിൽ ആ കൺസെൻറ്റിന് കാര്യമില്ല. ആ കൺസെൻറ്റും വെച്ചുകൊണ്ട് നമുക്ക് ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ ഡിഫൻസ് എടുക്കാനായിട്ട് പറ്റില്ല. ഒരാൾ കൺസെൻറ്റ് കൊടുക്കുന്നത് അയാൾ ഫ്രീലി കൊടുക്കുന്നത് ആയിരിക്കണം. അതായത് വേറെ യാതൊരുവിധ കമ്പൽഷനോ ആൻറ്റി ഇൻഫ്ലുവൻസോ അങ്ങനെയൊന്നും ഇല്ലാതെ കൊടുക്കുന്ന ഒരു കൺസെൻറ്റ് ആയിരിക്കണം. അപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ ആപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത്, പ്ലെയിൻറ്റിഫ് ന്യൂ ദ റിസ്ക് ഈസ് ദർ. പ്ലെയിൻറ്റിഫിന് അറിഞ്ഞിരിക്കണം ഇവിടെ ഇങ്ങനെയൊരു റിസ്ക് ഉണ്ട് എന്ന്.
ഇനി അറിഞ്ഞാൽ മാത്രം പോരാ, അങ്ങനെ ഉണ്ടാവുന്ന ആ ഹാം സഫർ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് എഗ്രി ചെയ്യുകയും കൂടി വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ ഡിഫൻസ് അവിടെ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻറ്റിഫ് കൊടുക്കുന്ന കൺസെൻറ്റ് മാത്രമാണ് ഒരു വാലിഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. സയൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറഞ്ഞ് മറ്റൊരു മാക്സിമം ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ 2 എസെൻഷ്യൽസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. റിസ്കിനെ കുറിച്ചുള്ള നോളജ് മാത്രം പോരാ, ആ റിസ്ക് അണ്ടർഗോ ചെയ്യാൻ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ ഒരുക്കമാണെന്ന് അയാൾ എഗ്രി ചെയ്യുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമാണ് അതൊരു വാലിഡ് കൺസെൻറ്റ് ആവുള്ളൂ. ഇനി കൺസെൻറ്റിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ കൺസെൻറ്റ് കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്കായിരിക്കാം. അതിന് മാത്രമായിരിക്കും ആ കൺസെൻറ്റ് നിൽക്കുന്നത്. അതിൻ്റെ ബിയോണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസെൻറ്റിൻ്റെ ഡിഫൻസ് എടുക്കാനായിട്ട് ഡിഫൻഡൻറ്റിന് പറ്റില്ല. അപ്പം അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നൊരു കേസുണ്ട്. ലക്ഷ്മി രാജൻ വേഴ്സസ് മലർ ഹോസ്പിറ്റൽ ലിമിറ്റഡ് 1997 കേസാണ്. ഈ കേസിൽ ഒരു പേഷ്യൻ്റ് അവരുടെ ബ്രസ്റ്റിലൊരു ലംപ്, അങ്ങനത്തെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു സർജറി പറയുന്നു. സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഈ പേഷ്യൻറ്റിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യും. ഇവിടെ പേഷ്യൻ്റ് കൺസെൻറ്റ് കൊടുത്ത് എന്തിനായിരുന്നു? തൻ്റെ ബ്രസ്റ്റിന് പെയിൻ ഉണ്ട്, അപ്പോൾ ആ പെയിൻ മാറാനായിട്ട് ആ ലംസ് റിമൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളതിന് മാത്രമേ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡോക്ടർ ആ കൺസെൻറ്റിന് ബിയോണ്ട് പോവുകയാണിരുന്നത്. അവർ കൺസെൻറ്റ് കൊടുക്കാത്ത ഒരു കാര്യവും കൂടി ചെയ്യുവാണ്, യൂട്രസ് റിമൂവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഈ ലയബിലിറ്റിയിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് പറ്റില്ല. ഇനി അതുപോലെ മറ്റൊരു കേസാണ് ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ്ബ് 1932 കേസാണ്. ഈ കേസിൽ പ്ലെയിൻറ്റിഫ് ഒരു കാർ റേസ് കാണാനായിട്ട് വന്നേക്കാണ്. ഡിഫൻഡൻറ്റ് നടത്തുന്ന കാർ റേസാണ്. അപ്പോൾ ആ കാർ റേസ് കാണുമ്പോൾ അയാൾ എന്തോ നല്ലൊരു ഫോട്ടോ കിട്ടാനോ അങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ടിൽ പോയിട്ട്, അതായത് ഈ വളവൊക്കെ തിരിയുന്ന പോലെയുള്ള നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് അയാൾ നിൽക്കുകയായിരുന്നു. ശരിക്കും ഈ വളവൊക്കെ തിരിയുന്ന അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിൽ നല്ല എന്തോ ഫോട്ടോ കിട്ടാൻ വേണ്ടി അയാൾ പോയി നിൽക്കുകയും അവിടെ വെച്ചിട്ട് ഒരു കാർ റേസിങ്ങിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. ഈ കാറ് വന്നിട്ട് ഈ പ്ലെയിൻറ്റിഫിൻ്റെ മേളിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ പ്ലെയിൻറ്റിഫ് കേസ് കൊടുക്കുകയാണ്. ഇവരുടെ ഡിഫൻഡൻറ്റിൻ്റെ കാർ റേസിങ്ങിൻ്റെ ഇതിനകത്താണ് എനിക്ക് ഇഞ്ചുറി ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു. പക്ഷേ കോർട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു സ്പോട്ടിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അങ്ങനെ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്, അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകും എന്നറിഞ്ഞിട്ടും നിങ്ങൾ പോയി ആ ഭാഗത്ത് നിന്നു. അപ്പോൾ നിങ്ങളവിടെ ഇംപ്ലൈഡ്ലി ഒരു കൺസെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഡിഫൻഡൻറ്റ് ഇവിടെ ലയബിൾ അല്ല. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ ഡിഫൻസ് ഡിഫൻഡൻറ്റിന് ലഭിക്കും എന്ന് പറഞ്ഞു. അടുത്ത ഡിഫൻസാണ് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. Law excuses the defendant when the act done by the plaintiff itself was wrong or illegal. അതായത് ഒരു കേസ് വരുമ്പോൾ ഡിഫൻഡൻറ്റ് പറയുവാണ് പ്ലെയിൻറ്റിഫിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലീഗലായിട്ടൊരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് ഡിഫൻഡൻറ്റിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡിഫൻഡൻറ്റ് നല്ലൊരു ഡിഫൻസ് ആയിരിക്കും. ഈ ഡിഫൻസ് അറൈസ് ചെയ്തത് ഒരു ലാറ്റിൻ മാക്സിം ആയിട്ടുള്ള എക്സ് ടർപി കോസ നോൺ ഒറിറ്റ്യൂർ ആക്ഷൻ, വിച്ച് മീൻസ് നോ ആക്ഷൻ അറൈസസ് ഫ്രം ആൻ ഇമ്മോറൽ കോസ്. ഈ ഡിഫൻസിന് നല്ലൊരു എക്സാമ്പിളാണ് ബേർഡ് വേഴ്സസ് ഹോൾബ്രൂക്കിൻ്റെ കേസ്. 1828 കേസാണ്. ഈ കേസിൻ്റെ ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻറ്റിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ട്രെസ്പാസ് ചെയ്ത് കയറുകയാണ്. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിഫൻഡൻറ്റ് തൻ്റെ പ്രോപ്പർട്ടിയിൽ വെച്ചിരുന്ന സ്പ്രിംഗ് ഗണ്ണ് വഴി പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി സംഭവിക്കുകയാണ്. അപ്പോൾ പ്ലെയിൻറ്റിഫ് കോർട്ടിൽ പോകുന്നു, അതെനിക്കിങ്ങനെ ഇഞ്ചുറി സംഭവിച്ചു, അതിനുള്ള കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻഡൻറ്റ് പറയും ഇവിടെ പ്ലെയിൻറ്റിഫ് റോങ് ഡൂറാണ്, കാരണം പുള്ളി എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ട്രെസ്പാസ് ചെയ്ത് കയറി. അപ്പോൾ കോർട്ട് നോക്കിയപ്പോൾ ശരിയാണ്, പ്ലെയിൻറ്റിഫ് ഇവിടെ റോങ് ഡൂറാണ്. പക്ഷേ കോർട്ട് ആ ഡിഫൻസ് എടുത്തില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫൻഡൻറ്റ് തൻ്റെ പ്രോപ്പർട്ടിയിൽ ഈ സ്പ്രിംഗ് ഗണ്ണ് വെച്ചപ്പോൾ അയാൾക്ക് വേറൊരു ഡ്യൂട്ടി ഉണ്ട്. തൻ്റെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനൊരു സ്പ്രിംഗ് ഗണ്ണ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടീസ് ആ ഫെൻസിലോ അല്ലെങ്കിൽ തൻ്റെ പ്രോപ്പർട്ടിയിലോ വെച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു കാര്യം ഡിഫൻഡൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്ന് പറയുന്ന ഡിഫൻസ് ഡിഫൻഡൻറ്റിന് കിട്ടില്ല എന്ന് കോർട്ട് പറഞ്ഞു. അടുത്ത ഡിഫൻസ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് മീൻസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഒക്കറൻസ് ഓഫ് സംതിങ് ദാറ്റ് കുഡ് നോട്ട് ഹാവ് ബീൻ പ്രെഡിക്റ്റഡ് ഓർ പ്രിവെൻറ്റഡ്.
അതായത് ആർക്കും തടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനോ പോലും പറ്റാത്ത ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആ ആക്സിഡൻറ്റ് മൂലം പ്ലെയിൻറ്റിഫിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിഫൻഡൻറ്റിന് ഈ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ഡിഫൻസ് ഉപയോഗിച്ച് ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ ഡിഫൻഡിന് അങ്ങനെ ഒരു ഡിഫൻസ് പറയണം എന്നുണ്ടെങ്കിൽ വേറെ 2 കാര്യവും കൂടി ഡിഫൻഡൻറ്റ് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഡിഫൻഡൻറ്റിന് പ്ലെയിൻറ്റിഫിന് അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും. രണ്ടാമത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള പ്രോപ്പർ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഒരു റീസണബിൾ കെയർ ഡിഫൻഡൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നും ഡിഫൻഡൻറ്റ് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് സ്റ്റാൻലി വേഴ്സസ് പവലിൻ്റെ കേസ്. 1891 കേസാണ്. ഈ കേസിൽ ഡിഫൻഡൻറ്റ് ഒരു ഡിഫൻഡൻറ്റും പ്ലെയിൻറ്റിഫും കൂടെ ഒരു ഷൂട്ടിംഗ് പാർട്ടിക്ക് പോയേക്കാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവരിങ്ങനെ ഫോറസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫൻഡൻറ്റ് ഷൂട്ട് ചെയ്തപ്പോൾ ആ ബുള്ളറ്റ് പോയി ഒരു മരത്തേൽ കൊണ്ടിട്ട് അത് തിരിച്ചു വന്നിട്ട് പ്ലെയിൻറ്റിഫിനെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഡിഫൻഡിനെതിരെ പ്ലെയിൻറ്റിഫ് സ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോർട്ട് പറഞ്ഞു ഇതൊരു ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്. ഇത് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച് പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കോർട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൻഡൻറ്റ് വാസ് നോട്ട് ഹെൽഡ് ലയബിൾ ബിക്കോസ് ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ് ആൻഡ് ഡിഫൻഡൻറ്റ് ഡിഡ് നോട്ട് ഇൻറ്റൻഡഡ് ഇറ്റ് ആൻഡ് കുഡ് നെയ്തർ ഹാവ് പ്രിവെൻറ്റഡ് ഇറ്റ്. ഡിഫൻഡൻറ്റിന് ഈ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റിൻ്റെ എക്സ്ക്യൂസ് അവിടെ ലഭിച്ചു. ഇനി സെക്കൻഡ് വണ്ണാണ് ശ്രീധർ തിവാരി വേഴ്സസ് UP സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കേസ്. 1987 കേസാണ്. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നല്ല മഴയുള്ളൊരു ദിവസം ഇങ്ങനെ ബസ് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റോഡൊക്കെ കുറച്ച് സ്ലിപ്പറിയാണ്. ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൈക്കിളുകാരൻ മുമ്പിൽ വരികയാണ്. അപ്പോൾ അയാളെ ഇടിക്കാതിരിക്കാനായിട്ട് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടും. പക്ഷേ ആ ബ്രേക്ക് ഇടലിൽ ഈ ബസ് ചെന്നിട്ട് വേറൊരു ബസ്സിൻ്റെ ബാക്കിലേക്ക് ചെന്ന് ഇടിക്കുകയാണ്. അപ്പോൾ ഇത് കേസായി കോർട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കോർട്ട് പറയും ഇതും ഒരു ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്. കാരണം ഒരു സൈക്കിളുകാരനെ ഇടിക്കാതിരിക്കാനായിട്ട് ഒരു ബസ് ഡ്രൈവർ എടുത്ത ഒരു പ്രിക്കോഷനാണിരുന്നത്. ഇത് മറ്റൊരാൾക്കൊരു ഇഞ്ചുറി സംഭവിക്കുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അയാൾക്കൊരു ഇഞ്ചുറി സംഭവിക്കണം എന്ന് കരുതി ഒന്നും ചെയ്ത് ഉണ്ടാക്കിയ ഒരു ആക്സിഡൻ്റ് ഒന്നുമല്ല. പിന്നെ കോർട്ട് നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബസ്സിൻ്റെയും സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ 2 ഡ്രൈവർമാരും ഒരു റീസണബിൾ സ്പീഡിലായിരുന്നു ബസ് ഓടിക്കുകയും കൂടി ചെയ്തത്. ഇപ്പോൾ എങ്ങാനും ഈ ഡിഫൻഡൻറ്റ് ഡ്രൈവർ ഭയങ്കര സ്പീഡിനൊക്കെയാണ് ഓടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയാളൊരു പ്രോപ്പർ കെയർ പ്രിക്കോഷൻസ് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ അയാളും ഒരു റീസണബിൾ സ്പീഡിൽ തന്നെയായിരുന്നു ബസ് ഓടിച്ചിട്ടും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോർട്ട് പറഞ്ഞു ഇതൊരു ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്, ഡിഫൻഡൻറ്റിന് ലയബിൾ അല്ല എന്ന് പറഞ്ഞു. അടുത്ത ഡിഫൻസാണ് ആക്ട് ഓഫ് ഗോഡ്. ആക്ട് ഓഫ് ഗോഡിന് പല പേരുകൾ പറയും. വിസ് മേജർ ഓർ ഫോഴ്സ് മേജർ, ഇങ്ങനെ പല വാക്കുകളും ഈ ഡിഫൻസിന് ഉപയോഗിക്കാറുണ്ട്. ഈ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ലീഗൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ഒക്കറൻസ് ഓഫ് സർക്കംസ്റ്റാൻസസ് വിച്ച് കുഡ് നോട്ട് ഹാവ് ബീൻ പ്രെഡിക്റ്റഡ് ഓർ പ്രിവെൻറ്റഡ് ആൻഡ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് നാച്ചുറൽ കോസസ്. ഏകദേശം ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റുമായിട്ട് ഇതിന് കുറച്ച് സാമ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ കോസ്, അതായത് എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. കാരണം നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും തന്നെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഹ്യൂമന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടെ വരുമ്പോഴാണ് ഈ ആക്ട് ഓഫ് ഗോഡ് എന്ന ഡിഫൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. So, act of God will be an extraordinary occurrence due to natural cause which is not the result of any human intervention. ഓക്കെ, അപ്പോൾ 2 എസെൻഷ്യൽസ് ആണ് ഈ ആക്ട് ഓഫ് ഗോഡിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മസ്റ്റ് ബി വർക്കിംഗ് ഓഫ് നാച്ചുറൽ ഫോഴ്സ്, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഫോഴ്സിൻ്റെ ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ടാവണം. രണ്ടാമത്തത് ദ ഒക്കറൻസ് മസ്റ്റ് ബി എക്സ്ട്രാ ഓർഡിനറി ആൻഡ് നോട്ട് വൺ വിച്ച് കുഡ് ബി ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് റീസണബിളി ഗാർഡഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഒക്കറൻസ് ആയിരിക്കണം അവിടെ നടന്നിട്ടുണ്ടാവുന്നത്. ഈ 2 എസെൻഷ്യൽസ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ then defendant can claim act of God defense. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നിക്കോൾസ് വേഴ്സസ് മാർഷലാൻഡിൻ്റെ കേസ്. 1875 കേസാണ്. ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൻഡൻറ്റ് ആർട്ടിഫിഷ്യലി കുറച്ച് ലേക്കുകളൊക്കെ തൻ്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി റെയിൻഫോള് ആ കൊല്ലം ഉണ്ടാവുകയാണ്. ആ റെയിൻഫോളിൽ ഇയാളുടെ ഈ ആർട്ടിഫിഷ്യൽ ലേക്ക് പൊട്ടി പ്ലെയിൻറ്റിഫിൻ്റെ
4 ബ്രിഡ്ജുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയാണ്. ഈ കേസിൽ കോർട്ട് പറഞ്ഞു ഒരു എക്സ്ട്രാ ഓർഡിനറി റെയിൻഫോൾ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആക്ട് ഓഫ് ഗോഡാണ്, ഡിഫൻഡൻറ്റ് ഇവിടെ ലയബിൾ അല്ല എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത കേസാണ് രാമലിംഗ നാട വേഴ്സസ് നാരായണ റെഡ്ഡിയാർ, 1971 കേസാണ്. ഇവിടെ പ്ലെയിൻറ്റിഫിൻ്റെ ഗുഡ്സ് ഡിഫൻഡൻറ്റിൻ്റെ വണ്ടിയിൽ കയറ്റി വിടുമായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആളുകളൊക്കെ അങ്ങ് വന്ന് ഈ ഡിഫൻഡൻറ്റിൻ്റെ വണ്ടിയിൽ നിന്ന് ആ ഗുഡ്സ് എല്ലാം റോബ് ചെയ്തുകൊണ്ടു പോകും, കട്ടുകൊണ്ട് പോകും. അപ്പോൾ ഡിഫൻഡൻറ്റ് പറയും ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല, ഇറ്റ് വാസ് ബിയോണ്ട് മൈ കൺട്രോൾ ആയിരുന്നു, അതുകൊണ്ട് അയാൾ ആക്ട് ഓഫ് ഗോഡിൻ്റെ ഒരു ഡിഫൻസ് എടുത്തിടുകയാണ്. പക്ഷെ കോർട്ട് പറഞ്ഞു എവറി ഇവൻറ്റ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഡിഫൻഡൻറ്റ് കനോട്ട് സെറ്റ് ആക്ട് ഓഫ് ഗോഡ്. ഡിഫൻഡൻ്റെ കൺട്രോളിന് ബിയോണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ട് ഓഫ് ഗോഡ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ ഈ ഭയങ്കര മോബ് ഉണ്ടാക്കിയ ഈ ഡിസ്ട്രക്റ്റീവ് ആക്ട് ഒരിക്കലും ആക്ട് ഓഫ് ഗോഡിൻ്റെ കീഴിൽ വരില്ല എന്നാണ് കോർട്ട് പറഞ്ഞത്. അടുത്തതാണ് കാലുലാൽ വേഴ്സസ് ഹേംചന്ദിൻ്റെ കേസ്, 1958 കേസാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് 2-3 ബിൽഡിങ്ങുകൾ കൊളാപ്സായി പോവുകയാണ്. അപ്പോൾ ഇവിടെയും ഡിഫൻഡൻറ്റ് ഈ പറയുന്ന മഴ ഉണ്ടാകുന്നത് കൊണ്ട് ആക്ട് ഓഫ് ഗോഡ് ക്ലെയിം ചെയ്യാണ്. പക്ഷെ കോർട്ട് പറഞ്ഞു ആ മഴ എന്ന് പറയുന്നത് അത്ര ഭയങ്കര മഴയൊന്നും ആയിരുന്നില്ല, നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി റെയിൻഫോൾ ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, സാധാരണ എപ്പോഴും ഉണ്ടാവാറുള്ള പോലെയുള്ള ഒരു മഴ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതൊരു അൺയൂഷ്വൽ തിങ് ആവാത്തത് കൊണ്ട് ഇതിനെ ആക്ട് ഓഫ് ഗോഡിൻ്റെ ഡിഫൻസ് കിട്ടില്ല പറഞ്ഞു. ഡിഫൻഡൻറ്റ് ഇവിടെ ലയബിൾ ആണെന്നാണ് കോർട്ട് ഈ കേസിൽ പറഞ്ഞത്. അടുത്ത ഡിഫൻസാണ് പ്രൈവറ്റ് ഡിഫൻസ് ഓർ സെൽഫ് ഡിഫൻസ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം, സ്വയരക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ, അതാണ് പ്രൈവറ്റ് ഡിഫൻസ്. അതായത് ലോ നമുക്കൊരു പവർ തന്നേക്കാണ്, നമ്മളുടെ പ്രോപ്പർട്ടീനെയോ അല്ലെങ്കിൽ നമ്മളെയോ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഒരു റീസണബിൾ ഫോഴ്സ് ഉപയോഗിച്ച് തടയാം. അതാണ് ഈ സെൽഫ് ഡിഫൻസ് ഓർ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ മാത്രമല്ല, ക്രിമിനൽ ലോയിലും ഈ സെയിം ഡിഫൻസ് ഉപയോഗിക്കുന്നുണ്ട്. പുതിയ ആക്റ്റായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 34 ക്രിമിനൽ ലോയിൽ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിഫൻസ് ഉപയോഗിക്കുമ്പോൾ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഡിഫൻസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി ആൻ ഇമിനൻറ്റ് ത്രെറ്റ് ടു ദ പേഴ്സണൽ സേഫ്റ്റി ഓർ പ്രോപ്പർട്ടി. ഒരു ഇമിനൻറ്റ് ത്രെറ്റ് ഉണ്ടായിരിക്കണം. ഇമിനൻറ്റ് ത്രെറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കണം അങ്ങനെ ഒരു പ്രശ്നം, ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ വരുമോ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കണം. ഒരാൾ 2 ദിവസം മുമ്പേ വന്ന് ഭീഷണി മുഴക്കിയിട്ട് പോയി, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് നീ എന്നെ ഭീഷണി മുഴക്കിയോടാ എന്ന് പറഞ്ഞിട്ട് 2 തല്ല് ഞാൻ തിരിച്ച് തല്ലിയിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഡിഫൻസ് അല്ല. കാരണം 2 ദിവസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്നു പറഞ്ഞ ആൾക്കെതിരെ നമുക്ക് പോലീസ് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കാനോ ഒക്കെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയി അയാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഡിഫൻസെന്നോ സെൽഫ് ഡിഫൻസെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരാൾ നമ്മളെ പെട്ടെന്ന് ഉപദ്രവിക്കാൻ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ തള്ളുവോ അല്ലെങ്കിൽ ഒരു അടി കൊടുത്ത് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. ഇനി രണ്ടാമത് പറയുന്നത് ഫോഴ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ടു റിപ്പൽ ദ ഇൻവേഷൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ. അതായത് ഡിഫൻഡൻ്റ് ആ ഫോഴ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേയാൾ വന്നിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഉപദ്രവമോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഉണ്ടാക്കിയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പ്ലെയിൻറ്റിഫിന് സാധിച്ചിരിക്കണം. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ദ ഫോഴ്സ് യൂസ്ഡ് ബൈ ദ ഡിഫൻഡൻറ്റ് ഷുഡ് ബി ഇൻ പ്രപ്പോസിഷൻ ടു ദ ആക്ട് കമ്മിറ്റഡ് ആൻഡ് ഇനഫ് ടു വാർഡ് ഓഫ് ദ ഇമിനൻറ്റ് ഡേഞ്ചർ. അതായത് ഡിഫൻഡൻറ്റ് ഉപയോഗിച്ച ആ ഫോഴ്സ് ഉണ്ടല്ലോ, അത് ഒരു റീസണബിൾ ഫോഴ്സും ആയിരിക്കണം, അതുപോലെ തന്നെ മറ്റേയാൾ ചെയ്യാൻ വരുന്നതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുക, നമ്മളെ കൈകൊണ്ട് തല്ലാനൊക്കെയാണ് വരണത്. എന്താണ് ഇതിനെ ചെയ്യുന്നത് വെച്ചാൽ കൈകൊണ്ട് തല്ലാനും അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമ്മൾ അന്നേരം എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് സെൽഫ് ഡിഫൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഒരാൾ തല്ലാൻ വരുമ്പോൾ ഞാൻ അയാളെ വാക്കത്തി എടുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിലോ
അത് ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിഫൻസ് എന്ന് പറയാൻ പറ്റില്ല. ഒരാളിനെ തല്ലാമെങ്കിൽ എനിക്കും എൻ്റെ കൈയും കാലും ഉപയോഗിച്ച് അയാളെ തടയാം. അല്ലാതെ എനിക്ക് അവിടെ ഒരു ആയുധം ഉപയോഗിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെപ്പൺ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പവറില്ല. അത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രപ്പോർഷനേറ്റും ആവില്ല. ഞാൻ ഉപയോഗിക്കുന്ന ആ ഫോഴ്സ് റീസണബിളും ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇമ്മിനൻ്റ് ഡേഞ്ചർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഫോഴ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നെസസറി ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച ഫോഴ്സ് പ്രപ്പോർഷനേറ്റും റീസണബിളും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പ്രൈവറ്റ് ഡിഫൻസ് എനിക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ബേർഡ് വേഴ്സസ് ഹോൾബ്രൂക്കിൻ്റെ കേസും ഇവിടെ നല്ലൊരു എക്സാമ്പിളാണ്. ആ കേസിൽ ഡിഫൻഡൻറ്റ് നോട്ടീസ് ഇല്ലാതെ സ്പ്രിംഗ് ഗണ്ണ് പ്രോപ്പർട്ടിയിൽ ഫിക്സ് ചെയ്തു. എൻ്റെ പ്രോപ്പർട്ടിയിൽ ട്രസ്പാസ് ചെയ്ത പ്ലെയിൻറ്റിഫിന് ആ സ്പ്രിംഗ് ഗണ്ണ് മൂലം ഇഞ്ചുറി ഉണ്ടാവുക ചെയ്തത്. അപ്പോൾ ഈ കേസ് വന്നപ്പോഴും കോടതി പറഞ്ഞത് ഇത് തന്നെയാണ്. ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടായിരിക്കാം ഡിഫൻഡൻറ്റ് അങ്ങനെ ഒരു സ്പ്രിംഗ് ഗണ്ണ് വെച്ചത്. പക്ഷെ അത് നോട്ടീസ് വെക്കാത്തത് കൊണ്ട് അയാൾ വെച്ച ആ സ്പ്രിംഗ് ഗണ്ണ് എന്ന് പറയുന്നത് അതൊരു എക്സസീവ് ഫോഴ്സായിട്ട് മാറുവാണ്. അയാൾ നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അവിടെ വരുന്നവർക്കറിയാം ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കയറാൻ പാടില്ല. അയാളത് നോട്ടീസ് വെക്കാതിരിക്കുമ്പോൾ അതൊരു ഹിഡൻ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യാതെയായിരിക്കാം അങ്ങോട്ടേക്ക് ആളുകൾ കയറുന്നത്. ഈവൻ ദോ അതൊരു ട്രസ്പാസ് ആണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് ആളുകൾ ഇങ്ങനത്തെ ഒരു സംഭവം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡിഫൻഡൻറ്റ് വെച്ചത് ഒരു എക്സസീവ് ഫോഴ്സ് ആയതുകൊണ്ട് പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഡിഫൻസും അയാൾക്ക് അവിടെ കിട്ടുന്നില്ല. അടുത്ത ഡിഫൻസാണ് മിസ്റ്റേക്ക്. ക്രിമിനൽ ലോയിലും സെയിം ഡിഫൻസ് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മിസ്റ്റേക്ക് ഓഫ് ലോയും ഒന്ന് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്നത് ക്രിമിനൽ ലോയിലായാലും ടോർട്ടിലായാലും ഒരു ഡിഫൻസേ അല്ല. എനിക്ക് ലോ അറിയില്ല അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ മിസ്റ്റേക്കാണ് എന്നൊക്കെ പറയുന്നത് ഒരു ഡിഫൻസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെയാണ് മിക്കവാറും ഒരു ഡിഫൻസായിട്ട് ഉപയോഗിക്കുന്നത്. ക്രിമിനൽ ലോയിൽ അതൊരു ഡിഫൻസാണ്. പക്ഷേ ടോർട്ടിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ഒരു ഡിഫൻസ് അല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരാളെ പോയിട്ട് ഒരു തല്ല് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയണം അയ്യോ അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, എനിക്ക് ആൾ മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ഈവൻ ദോ അതൊരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണെങ്കിൽ പോലും ടോർട്ടിൽ അങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ട് എനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ടോർട്ടിൽ ഈ മിസ്റ്റേക്കിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനേ ഉള്ളൂ. ഈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം മലീഷ്യസ് പ്രോസിക്യൂഷനിലാണ്. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ദുരുദ്ദേശത്തോടു കൂടി പ്രോസിക്യൂട്ട് ചെയ്യുക. അതിനാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഈ മലീഷ്യസ് പ്രോസിക്യൂഷനിൽ എങ്ങനെയാണ് മിസ്റ്റേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു പോലീസ് ഓഫീസർ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളെ മലീഷ്യസ്ലി അറസ്റ്റ് ചെയ്യണം. അതായത് ഒരു ദുരുദ്ദേശത്തോടു കൂടി ഇവൻ അറസ്റ്റ് ചെയ്ത് ഇവനെ ഒന്ന് നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഇന്നസെൻ്റ് പേഴ്സണെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അതൊരു പ്രശ്നമായി, ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ പോലീസ് ഓഫീസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇയാൾക്ക് ഈ ഇന്നസെൻ്റ് പേഴ്സണ് കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മലീഷ്യസ് ഇൻറ്റൻഷനോട് കൂടിയാണ് പോലീസ് ഓഫീസർ അത് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഓഫീസർക്ക് മിസ്റ്റേക്കിൻ്റെ ഡിഫൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ പോലീസ് ഓഫീസർ പ്രൂവ് ചെയ്യുവാണ് എനിക്ക് അങ്ങനെ ഒരു മലീഷ്യസ് ഇൻറ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ പ്രൂവ് ചെയ്യപ്പെട്ടാൽ ഈ പോലീസ് ഓഫീസർക്ക് മിസ്റ്റേക്കിൻ്റെ ഡിഫൻസ് എടുക്കാവുന്നതാണ്. ഈവൻ ദോ അയാൾ ഇന്നസെൻ്റ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തത് ഒരു മിസ്റ്റേക്കിലായിരുന്നു, അല്ലാതെ മലീഷ്യസ് പ്രോസിക്യൂഷനിലായിരുന്നില്ല എന്ന് പറയാവുന്നതാണ്. അങ്ങനെ ഒരു കേസിൽ മാത്രമാണ് ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ടോർട്ടിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഡിഫൻസിന് വലിയ യൂസൊന്നുമില്ല. അടുത്ത ഡിഫൻസാണ് നെസസിറ്റി. നെസസിറ്റി എന്ന് പറഞ്ഞ ഡിഫൻസ് വന്നിരിക്കുന്ന ഒരു മാക്സിമിൽ നിന്നാണ്. സാലസ് പോപ്പുലി സുപ്രീം ലെക്സ്, അതായത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഇസ് ദ സുപ്രീം ലോ. അപ്പോൾ ഈ നെസസിറ്റി എന്ന് പറഞ്ഞ ഡിഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണ്. പക്ഷെ ആ ഡാമേജ് ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ ഡാമേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റർ ഹാം സംഭവിക്കും. ഇതിലും വലിയൊരു അപകടമോ അല്ലെന്നുണ്ടെങ്കിൽ നാശനഷ്ടങ്ങളോ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അയാളൊരു ചെറിയ ഡാമേജ് ഉണ്ടാക്കുകയാണ്. ഇൻറ്റൻഷനലി തന്നെ ഉണ്ടാക്കുന്നതാണത്. അപ്പോൾ ഇഫ് ദ ആക്ട് കോസിങ് ഡാമേജ് ഈസ് ഡൺ ടു പ്രിവെൻറ്റ് എ ഗ്രേറ്റർ ഹാം ഇറ്റ് ഈസ് എക്സ്ക്യൂസബിൾ. നെസസിറ്റി, ഒരു ആവശ്യകതയുടെ പുറത്ത് അയാൾ അത് ചെയ്യുന്നതാണ്. സോ he is committing an action that is going to result in the benefit of the society. സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാൾ
ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന നെസസിറ്റിയുടെ ഡിഫൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ നെസസിറ്റിക്ക് 2-3 എക്സാമ്പിൾ പറയാം. അതിനകത്ത് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വീടുകൾ നിൽക്കുന്നു. അതിനകത്തൊരു അറ്റത്തുള്ളൊരു വീടിന് തീ പിടിക്കുകയാണ്. അപ്പോൾ വേഗം വന്ന് കുറേ ആളുകൾ ഈ തീ പിടിച്ച വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട് നശിപ്പിക്കും. കാരണം അത് നശിപ്പിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ വീടുകൾക്കും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ള വീടുകൾക്ക് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേറ്റർ ഹാം തടയുന്നതിന് വേണ്ടിയിട്ട് അതായത് 10 വീടുകൾ നശിക്കുന്നതിന് പകരം ഒരു വീട് മാത്രം നശിപ്പിച്ച് ആ തീരെ അവിടെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന നെസസിറ്റിയുടെ ഡിഫൻസ് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കാറ് ബ്രേക്ക് ഇല്ലാതെ വരികയാണ്. അപ്പോൾ ആ ബ്രേക്ക് ഇല്ലാതെ വരുന്ന ആൾക്ക് മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ കുട്ടികളെയും കയറ്റി വരുന്ന ഒരു സ്കൂൾ ബസ്സിൽ ഇടിച്ചു നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ളൊരു വീടിൻ്റെ മതിലിന് ഇടിച്ചു നിർത്തുക. അപ്പോൾ ഒരു ഗ്രേറ്റർ ഹാം തടയാനായിട്ട് അയാൾ എന്ത് ചെയ്യും? ആ വീടിൻ്റെ മതിലിലേക്ക് ആ കാർ ഇടിച്ചു കയറ്റും. അപ്പോൾ അവിടെ ഒരു ഡാമേജ് ഉണ്ടാവുകയാണ്, ആ മതിൽ തകർന്നൊരു ഡാമേജ് ഉണ്ടാവുകയാണ്. പക്ഷേ ഹി ഈസ് പ്രിവെൻറ്റിങ് എ ഗ്രേറ്റർ ഹാം, അല്ലേ? അപ്പം അതുകൊണ്ട് അയാൾക്കും ഈ പറയുന്ന നെസസിറ്റിയുടെ ഡിഫൻസ് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാർഗോ കയറ്റിക്കൊണ്ട് പോകുന്ന കപ്പൽ. അപ്പോൾ ആ കപ്പൽ കടലിൽ വെച്ചിട്ട് ഭയങ്കര കാറ്റും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ മുമ്പിലൊരു വഴി എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ആ വെയിറ്റ് കുറച്ചില്ലെന്നുണ്ടെങ്കിൽ ആ കപ്പലും നശിക്കും, ആ കപ്പലിലുള്ള ആളുകളും എല്ലാം മരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയൊരു ഗ്രേറ്റർ ഹാം തടയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ആ കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് കുറച്ച് കാർഗോസ് എടുത്ത് വെള്ളത്തിലേക്ക് കളയുന്നു. അങ്ങനെ ചെയ്യുന്നതും അതും ഒരു ഗ്രേറ്റർ ഹാമിനെ തടയാനായിട്ടുള്ളതും ആയതുകൊണ്ട് ഇവർക്ക് നെസസിറ്റിയുടെ ഡിഫൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നെസസിറ്റിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നെസസിറ്റിയുടെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ ഡിഫൻഡിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു റീസണബിളും അതുപോലെ തന്നെ ഒരു ഇമ്മിനൻറ്റ് ഹാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അയാൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് നോ അതർ ഓൾട്ടർനേറ്റീവ് അവൈലബിൾ. അതായത് ഈ ഹാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതല്ലാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് അവൈലബിൾ അല്ല. അങ്ങനെ ഒരു ഓപ്ഷനിൽ മാത്രമായിരിക്കണം ഇയാൾ ഈ പറയുന്ന ഡാമേജ് ഉണ്ടാക്കേണ്ടത്. ഇനി ഡിഫൻഡന്റ് ഡിഡ് നോട്ട് കോസ് ദ ത്രെറ്റ് ഓഫ് ഹാം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇവിടെ ഈ ഹാം ഉണ്ടാവുന്നല്ലോ. ഇപ്പോൾ വീടിനാണെങ്കിൽ തീ വെച്ചത് ഡിഫൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഡിഫൻഡന്റിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ ഒരു ഫയർ സ്റ്റാർട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റിന് ഈ പറയുന്ന ഡിഫൻസ് കിട്ടില്ല. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്ന ഡാമേജ്ഡ് കോസ് വാസ് ലെസ് ദാൻ ദ ഹാം ദാറ്റ് വുഡ് ഹാവ് ഒക്കറൻസ് അതർവൈസ്. അതായത് ഡിഫൻഡന്റ് ഉണ്ടാക്കുന്ന ഡാമേജ് ഉണ്ടല്ലോ, ആ ഡാമേജ് എന്ന് പറയുന്നത് ചെറുതും അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ഡാമേജ് വലുതുമായിരിക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ മതിലിട്ട് ഡാമേജ് ആണോ വലുത്, അതോ കുട്ടികളുമായിട്ട് വരുന്ന സ്കൂൾ ബസ് ഇട്ട് ഇടിക്കുന്നതായിരിക്കുമോ വലുതായിരുന്നു? അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതായിരിക്കണം. നെസസിറ്റിയും പ്രൈവറ്റ് ഡിഫൻസും തമ്മിൽ ഉള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. അതായത് നെസസിറ്റിയിൽ ഹാം ഉണ്ടാക്കുന്നത് ഒരു ഇന്നസെൻറ്റ് പേഴ്സണിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ഫയർ വന്നപ്പോൾ വീട് പൊളിച്ചു കളഞ്ഞു, ആ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർ ഒന്നും ചെയ്തിട്ടല്ലായിരുന്നു, അവർ ഇന്നസെൻ്റ് ആയിരുന്നു, പക്ഷേ അത് ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു. നെസസിറ്റിയിൽ അങ്ങനെയാണ്. എന്നാൽ പ്രൈവറ്റ് ഡിഫൻസിൽ ഡാമേജ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഹാം സംഭവിക്കുന്ന ആളെന്ന് പറയുന്നത് അയാളുടെ പ്രശ്നക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ഹാം ചെയ്യേണ്ട വന്നത് ഡിഫൻഡന്റിന്. ഓക്കെ, ഇനി നെസസിറ്റിയും ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നെസസിറ്റിയിൽ ഡാമേജ് അല്ലെങ്കിൽ ഹാം ഉണ്ടാക്കിയത് ഇൻറ്റൻഷനലി ആയിരുന്നു. എന്നാൽ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റിൽ അങ്ങനെയൊരു ഹാം ഉണ്ടാക്കിയത് ഇൻറ്റൻഷനലി അല്ല, അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് എല്ലാ എഫേർട്ടും ഇട്ടു, പക്ഷെ സംഭവിച്ചു പോയി. അങ്ങനത്തെ ഒരു ഇതാണ് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് നെസസിറ്റിയിൽ വരുന്ന കുറച്ച് കേസുകൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേ വേഴ്സസ് ഗ്ലാഡ്സ്റ്റോണിൻ്റെ കേസാണ്. ഇതിനകത്ത് ഒരാൾ ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഹങ്കർ സ്ട്രൈക്ക് ഇരുന്നാൽ നമുക്കറിയാമല്ലോ, ഒരു സമയം കഴിഞ്ഞിട്ടും ഹങ്കർ സ്ട്രൈക്ക് അയാൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അയാൾ മരിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഫുള്ളി അയാൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ആവശ്യമുള്ള ലിക്വിഡ്സ് എല്ലാം കിട്ടാനായിട്ട് ട്യൂബ് വെച്ചു. അപ്പോൾ ഇതിന് എതിരെ അയാൾ പോയിട്ട് പറഞ്ഞു ഇത് ബാറ്ററിയാണ്, എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ബോഡിയിലേക്ക് ഇത് ചെയ്തത് ബാറ്ററിയാണെന്ന്. ഇപ്പോൾ കോർട്ട് പറഞ്ഞു അല്ല, നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതോറിറ്റീസ് ഫോഴ്സ്ഫുള്ളി നിങ്ങളെ ഫീഡ് ചെയ്തത്, അതുകൊണ്ട് അത് ബാറ്ററി അല്ല, ഡിഫൻഡൻറ്റിന് നെസസിറ്റിയുടെ ഡിഫൻസ് കിട്ടും എന്ന് പറഞ്ഞു.
അടുത്ത കേസ് ലാറ്റ വേഴ്സസ് ന്യൂ ഓർലൻസ് ആൻഡ് NW റെയിൽവേ കമ്പനിയുടെ കേസാണ്. ഈ കേസിൽ ഡിഫൻഡൻറ്റിൻ്റെ റെയിൽവേ കാർസിന്, അതായത് ബോഗീസിന് തീ പിടിക്കുകയാണ്. അപ്പോൾ ഡിഫൻഡൻ്റ് എന്ത് ചെയ്തു, ഇതിങ്ങനെ തീ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നശിച്ചു പോകുന്നുള്ളതുകൊണ്ട് ഈ തീ പിടിച്ച റെയിൽവേ കാർസ് ഇവർ പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് തള്ളിയിടും. അപ്പോൾ എന്ത് പറ്റും, പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടിക്ക് തീ പിടിക്കും, ഭയങ്കര ഡാമേജും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഡിഫൻഡിനെതിരെ കേസ് വരുമ്പോൾ ഡിഫൻഡൻ്റ് ഈ പറയുന്ന നെസസിറ്റിയുടെ ഡിഫൻസ് എടുത്തിടും. പക്ഷെ കോർട്ട് ഡിഫൻഡിൻ്റെ ഈ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ഡിഫൻഡൻ്റ് തൻ്റെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഹാം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഞാൻ ചെയ്തു, അങ്ങനത്തെ ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ വരുന്നില്ല. ജസ്റ്റ് ഡിഫൻഡിൻ്റെ പ്രോപ്പർട്ടി രക്ഷിക്കാനായിട്ട് പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു കേസിൽ നെസസിറ്റിയുടെ ഡിഫൻസ് എടുത്തിടാൻ പറ്റില്ല എന്ന് കോർട്ട് പറഞ്ഞു. ഓക്കെ, വിൻസെൻ്റ് വേഴ്സസ് ലേക്ക് ഏരി ട്രാൻസ്പോർട്ടേഷൻ്റെ കേസ് നോക്കാം. ഈ കേസിൽ ഡിഫൻഡൻ്റ് തൻ്റെ ബോട്ട് പോയിട്ട് പ്ലെയിൻറ്റിഫിൻ്റെ ഡോക്കിൽ ആങ്കർ ചെയ്യാണ്, കെട്ടിയിടുകയാണ്. എന്നിട്ട് ഈ ഹെവി സ്റ്റോമിൽ ഈ ബോട്ട് ചെന്ന് ഇടിച്ചിടിച്ച് പ്ലെയിൻറ്റിഫിൻ്റെ ഡോക്കിന് ഡാമേജസ് ഉണ്ടാവും. അപ്പോൾ പ്ലെയിൻറ്റിഫ് ഡിഫൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രെസ്പാസിന് കേസ് കൊടുക്കും. പക്ഷേ ഡിഫൻഡൻ്റ് പറയും ഇതൊരു പ്രൈവറ്റ് ഡിഫൻസ് ആയിരുന്നു, ഞാനത് കെട്ടിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ബോട്ട് ഒഴുകിപ്പോവും, അപ്പോൾ എനിക്ക് വലിയൊരു ഡാമേജ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കെട്ടിയിട്ടതെന്ന് പറയും. അപ്പോൾ കോർട്ട് ഡിഫൻഡിൻ്റെ ആർഗ്യുമെൻറ്റ് ശരിവെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ആ സാഹചര്യത്തിൽ വേറെ ഒന്നും ചെയ്യുക അല്ലാതെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ട് വാട്ട് ഡിഫൻഡൻ്റ് ഡിഡ് വാസ് റൈറ്റ്. പക്ഷേ ഡിഫൻഡൻ്റ് പ്ലെയിൻറ്റിഫിനുണ്ടായ ഡാമേജിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറയും. ലാസ്റ്റ് ഡിഫൻസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ആക്ടിന് ഒരു നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെജിസ്ലേച്ചറിൻ്റെയോ ബാക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ആക്ട് പറഞ്ഞിരിക്കുന്നത് പോലെയാണ് അയാൾ ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഡിഫൻസ് ആൻഡ് ദ ഇൻജേർഡ് പാർട്ടി ഹാസ് നോ റെമഡി except for claiming such compensation as may have been provided by the statute. സ്റ്റാറ്റ്യൂട്ട് അങ്ങനെ ഒരു ആക്ട് ചെയ്താൽ ഇന്ന കോമ്പൻസേഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നല്ലാതെ ആ ആക്ട് ചെയ്ത ആൾക്ക് എഗെയിൻസ്റ്റ് സ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. ആ ആക്ട് ചെയ്ത ആൾക്ക് അതൊരു കംപ്ലീറ്റ് ഡിഫൻസും ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പോലീസുകാർ, നമുക്കറിയാം പോലീസുകാർക്ക് ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവർക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്യുക. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ഇന്നസെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് പിന്നീടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് ഉള്ള ഒരു പവറാണ്, ലെജിസ്ലേച്ചർ കൊടുത്തിട്ടുള്ള ഒരു പവറാണ് ഇങ്ങനെയൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാമെന്നും ചോദ്യം ചെയ്യാമെന്നും ഇങ്ങനെയൊക്കെ ഉള്ള നടപടികൾ ലെജിസ്ലേച്ചർ കൊടുത്തിരിക്കുന്ന പവറാണ്. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലേറ്റർ ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പോലീസുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവരെന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് കേസിനൊന്നും പോകാനായിട്ട് പറ്റില്ല. കാരണം പോലീസുകാർക്ക് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്ന ഡിഫൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇതിൽ വരുന്നൊരു കേസാണ് ഹാമർസ്മിത്ത് റെയിൽ കമ്പനി വേഴ്സസ് ബ്രാൻഡ്. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിഫൻഡൻറ്റ് അവർ റെയിൽവേ അതോറിറ്റിയാണ്. അപ്പോൾ ഈ ട്രെയിൻസ് ഇങ്ങനെ പോവുകയും അതിൻ്റെ ഒച്ചയും അത് മൂലം ഉണ്ടാവുന്ന ഇങ്ങനെ വൈബ്രേഷനും ഒക്കെ കാരണം പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടിക്ക് അതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് ഇടിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്ലെയിൻറ്റിഫ് റെയിൽവേ അതോറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസിന് പോകുന്നത്. പക്ഷെ കോർട്ട് പറഞ്ഞു ദിസ് ഡാമേജ് ബീങ് നെസസറിലി ഇൻസിഡൻ്റൽ ടു ദ റണ്ണിങ് ഓഫ് ദ ട്രെയിൻസ് ഓതറൈസ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്സ്, സോ നോ ആക്ഷൻ ലൈസ് ഫോർ ദ സെയിം. ഇവിടെ ഈ ട്രെയിൻ ഓടിക്കുക, അതിൻ്റെ കാര്യങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് റെയിൽവേസിന് സ്റ്റാറ്റ്യൂട്ട് വഴി ഓതറൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണിരുന്നത്. അവരതേ ചെയ്യുന്നുള്ളൂ, അവരതിൻ്റെ പുറത്ത് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡിഫൻഡിനെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല എന്നാണ് കോർട്ട് പറഞ്ഞത്. അടുത്ത കേസാണ് വോഗൻ വേഴ്സസ് സ്റ്റാഫ് വാൽഡെ റെയിൽവേ കമ്പനിയുടെ കേസ്. 1860 കേസാണ്. ഈ കേസിലും ഡിഫൻഡൻ്റ് റെയിൽവേ തന്നെയായിരുന്നു. ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ട്രെയിൻ ഇങ്ങനെ പോയപ്പോൾ അതിൽ നിന്ന് സ്പാർക്ക് വന്ന് വീണിട്ട് പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടി നശിച്ചു പോവുകയാണ്. അപ്പോൾ കോർട്ടിൽ കേസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കോർട്ട് പറഞ്ഞു ഡിഫൻഡൻ്റ് ഇവിടെ സ്റ്റാറ്റ്യൂട്ട് ഓതറൈസ് ചെയ്ത പോലെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ ദേ ഡിഡൻറ്റ് ടേക്ക് അപ്രോപ്രിയേറ്റ് കെയർ ആൻഡ് കോഷൻ വൈൽ എക്സസൈസിങ് ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി. അതായത് ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർ പാലിച്ചു പോകേണ്ട കുറച്ച് അപ്രോപ്രിയേറ്റ് കെയറും കോഷനും ഒക്കെ ഉണ്ടല്ലോ,
അതൊന്നും അവർ ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള സ്പാർക്ക് വരികയും അത് പ്ലെയിൻറ്റിഫിൻ്റെ പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്തത്. സോ ദേ ആക്ട് ഇൻ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് മാനർ. അതുകൊണ്ട് ഡിഫൻഡൻറ്റിന് ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഡിഫൻസ് കിട്ടില്ല. ഡിഫൻഡൻറ്റ് ഈസ് ലയബിൾ എന്നാണ് കോർട്ട് പറഞ്ഞത്. നോ ഡിഫൻസ് ക്യാൻ ഓവർറൈഡ് ദ ബേസിക് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് ഒരു ഡിഫൻസ് ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിഫൻസ് കിട്ടത്തില്ല എന്ന് കോർട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോ ഓഫ് ടോർട്ടിൽ വരുന്ന ഡിഫൻസസ് എന്ന് പറയുന്നത്.